നമസ്കാരം. ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ വി.ഡി. സതീശനൊരു ബിഗ് സല്യൂട്ട്. കാരണം താങ്കൾ കേരളത്തിലും ഇന്ത്യയിലെയും രാഷ്ട്രീയ രംഗത്ത് ഒരു നിലപാടുകളുള്ള നേതാവായി തോന്നുന്നു. താങ്കൾ സത്യത്തിൽ ഒരു ശരാശരി രാഷ്ട്രീയക്കാരനാണ്. എല്ലാവരും ശരാശരി രാഷ്ട്രീയക്കാരാണ്. കാരണം ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. കോർപ്പറേറ്റ് കാലഘട്ടമാണ്, ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ കാലഘട്ടമാണ്, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ കാലഘട്ടമാണ്, PR വർക്കിൻ്റെ കാലഘട്ടമാണ്. അങ്ങനെ വളരെ വലിയ കാലഘട്ടമാണിത്. കാലഘട്ടം വളരെ പ്രത്യേകതയുള്ള കാലഘട്ടമാണ്. ആ സമയത്തും ആദർശാത്മക രാഷ്ട്രീയം കൊണ്ടുപോകാൻ പറ്റുന്നത് വളരെ പ്രധാനമാണ്, പ്രയാസമാണ്. അതിനേക്കാൾ പ്രയാസപ്പെട്ട കാര്യമാണിത്. പ്രധാനമാണെന്നുള്ളത് എപ്പോഴും പ്രധാനം, പക്ഷേ പ്രയാസമാണ്. ഇപ്പോൾ VM സുധീരനെ പോലെയുള്ളവർ ഒതുങ്ങിപ്പോയി. ആദർശ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടാണ് ഒതുങ്ങിപ്പോയത്. പക്ഷേ അന്ന് VM സുധീരനെ ഒതുക്കാൻ ഒരു കരുണാകരൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ VM സുധീരനോട് എതിർപ്പുള്ളൊരു, ഒതുക്കിയെന്ന് ഞാൻ പറയുന്നില്ല, എതിർപ്പുള്ളൊരു കരുണാകരൻ ഉണ്ടായിരുന്നു. അപ്പോൾ കരുണാകരൻ്റെ പല ചെയ്തികളും ചോദ്യം ചെയ്യപ്പെടാണ്. അത് ഇത്തരത്തിലുള്ള മറ്റ് അധികാര കാര്യങ്ങളാണ്, ഗ്രൂപ്പ് സമവാക്യങ്ങളാണ് കൂടുതലും. അതിൽ കരുണാകരൻ്റെ പല നിലപാടുകളോട് എതിർപ്പ് വന്നതുകൊണ്ടാണ് VM സുധീരനൊക്കെ ഒതുങ്ങിപ്പോയത്. പക്ഷേ ഇന്നപ്പോൾ അങ്ങനെ ആളില്ല. രമേശ് ചെന്നിത്തലയൊന്നും അങ്ങനെ ഒരു ലൈനിലുള്ള ആളല്ല. ഭയങ്കര അപ്രമാദിത്വം എടുത്ത് അവരവരെ വെട്ടാൻ മാത്രം എന്നുള്ള ഒരാളല്ല. അതുപോലെ സീനിയർ നേതാക്കൾ PK ആൻ്റണി വിശ്രമജീവിതം, ഉമ്മൻചാണ്ടി സാർ പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ ടീമില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സതീശൻ്റെ പല നിലപാടുകൾക്കും ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവയ്ക്കണം എന്നുള്ള നിലയിലാണ് സതീശൻ. മറ്റുള്ള പലരും അത് വേണ്ട ദീപാ മുൻഷി പോലും പറഞ്ഞു അത് ക്ലോസ്ഡ് ചാപ്റ്ററാണ്, പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കിയാൽ മതി, ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല ദീപാ മുൻഷി മാഡം, നിങ്ങൾ മലയാളിയല്ല, എന്നാലും നിങ്ങളെ കാര്യം നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. ഇത് ജനങ്ങളെ സംബന്ധിക്കുന്ന കാര്യമാണ്, പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, പൊതുപ്രവർത്തകൻ്റെ കാര്യമാണ്, MLA കാര്യമാണ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് സ്വകാര്യ കാര്യമേ അല്ല, അങ്ങനെ പറയാനേ പറ്റില്ല. അവിടെയാണ് വി.ഡി. സതീശൻ്റെ ഒരു വ്യത്യസ്തമായ നിലപാട് വരുന്നു. അദ്ദേഹം പറഞ്ഞു വളരെ വിശദമായി UDF ഇത് ചർച്ച ചെയ്യും. UDFൻ്റെ വികാരം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. കാരണം ഇന്നിപ്പോൾ UDFന് കിട്ടിയിരിക്കുന്ന അപ്പർ എഡ്ജ് അല്ലെങ്കിൽ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് യുവതലമുറയും സ്ത്രീകളും ഒക്കെ വല്ലാതെ കോൺഗ്രസ് വോട്ട് ചെയ്യാതിരിക്കും. അതുകൊണ്ട് അത് മാറ്റേണ്ടതാണെന്ന് പറഞ്ഞു. വി.ഡി. സതീശനും ആ നിലപാടിനുള്ള ആളാണ്. പാർട്ടി വളരെ സീരിയസ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വി.ഡി. സതീശൻ്റെ നിലപാടിനാണ് അപ്പർ ഹാൻഡ് കിട്ടേണ്ടതും. അങ്ങനെ തന്നെ സംഭവിക്കണം. ഇപ്പം നമുക്കൊരു 8-9 മാസത്തേക്ക് ഒരു MLA രാജിവെച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഭൂകമ്പമൊന്നും ഉണ്ടാകത്തില്ല. കറക്റ്റ് ചെയ്യപ്പെടും. രാഷ്ട്രീയ രംഗം കറക്റ്റ് ചെയ്യപ്പെടണം. മുകേഷും രാജിവെക്കണം. അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് രാജികളുണ്ടാവണം. അതിന് തുടക്കം രാഹുൽ മാങ്കൂട്ടത്തെ ആവട്ടെ, അയാൾ അഗ്നിശക്തി വരട്ടെ. അപ്പോൾ അദ്ദേഹം കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ സ്ത്രീകളുമായിട്ടുള്ള ബന്ധമല്ലേ, അപ്പോൾ അവരങ്ങ് പിൻവലിച്ചാൽ തീരുന്ന കേസല്ലേ ഉള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. വളരെ കൃത്യമായി വരട്ടെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ഈ വീട്ടിൽ നിന്നുകൊണ്ട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് കാര്യമില്ല. വി.ഡി. സതീശനാണ് ഇപ്പോൾ കറക്റ്റ് നേതാവായി നിൽക്കുന്നത്. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല പറഞ്ഞു രാജിവെക്കണമെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തലയും അതേ അഭിപ്രായമുള്ള ആളാണ്. രമേശ് ചെന്നിത്തല പറയുമ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം കൂടെ അതിനകത്ത് കയറി വന്നതായിട്ട് മറ്റുള്ളവർ പറയും. എന്നാലും വി.ഡി. സതീശൻ കൈവിട്ടു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവയ്ക്കുക തന്നെ വേണം. അതൊരു പുതിയ നൈതികതയാണ്. തീർച്ചയായിട്ടും ഒരാദർശ രാഷ്ട്രീയം എവിടെന്നെങ്കിലും തുടങ്ങണമല്ലോ. അതിപ്പോൾ CPM-കാർ ഒരിക്കലും അത് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നത് വരട്ടെ. വി.ഡി. സതീശനാകട്ടെ കേരളത്തിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായും മൂല്യാധിഷ്ഠിത അൻവറിൻ്റെ കാര്യത്തിലൊക്കെ വളരെ നല്ല നിലപാടെടുത്തു. ശരിയോ തെറ്റോ വേണ്ട എന്നൊരു നിലപാടെടുത്തു. വേണ്ട, തോറ്റുപോയാലും വേണ്ട എന്ന നിലപാടെടുത്തു. അവിടെയാണ്, അല്ല അൻവറിനെ എടുക്കണോ വേണ്ടേ എന്നുള്ളതല്ല കഥ. അങ്ങനെ ഒരു നിലപാടെടുത്തു. അതുപോലെ ഒരു പുതിയ നിലപാട് വരട്ടെ. തീർച്ചയായിട്ടും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം. ആ നിലപാട് സതീശനെടുത്തതിൽ സതീശന് വീണ്ടും സതീശനെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. വി.ഡി. സതീശൻ ഒരിക്കൽ കൂടി ബിഗ് സല്യൂട്ട്.